उत्साह. केसी वेणुगोपाल जी, तारिक अनवर जी, के सुधाकरन जी, वीडी सतीसन जी, के मुरलीधरन जी, रमेश चेन्निथाला जी, एम हसन जी, नेता देसूजा जी, जेबी मैदर जी, senior leaders and members of the Mahila Congress, friends, brothers and sisters, I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യരായിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കളെ, ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. I'm quite happy today to see this hall full of women from the Mahila Congress. ഞാൻ ഇന്ന് വളരെയധികം സന്തോഷവാനാണ്. കാരണം ഈ നിറഞ്ഞ സദസ്സ് എന്നെ വളരെയധികം സന്തോഷവാനാക്കുന്നു. Normally I see a crowd and there's a huge number of men in the crowd, and then I have to look for the women. ഒരു ജനക്കൂട്ടത്തെ കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ വന്നിരിക്കുന്നത് മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള ഭാരവാഹികളും പ്രവർത്തകരുമാണ് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം തരുന്ന കാര്യമാണ്. And today I'm quite happy that there's a huge crowd, there are women, and I'm having to look for the men. ഇത് ഈ ക്രൗഡിനിടയിൽ, ഈ ജനക്കൂട്ടത്തിനിടയിൽ പുരുഷന്മാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. Only problem is that on the stage the men are dominating. ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ പോലും ധാരാളം സ്ത്രീകളും പക്ഷേ പുരുഷന്മാരും കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. And that is good, but now our job is to ensure that in every level of the Congress party there is more and more women participation. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തം ആവശ്യമുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. See, they've given me 2 mics, but only one is really needed. എനിക്ക് 2 മൈക്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും ഒരു സ്ത്രീക്ക് കൊടുത്തുകൊണ്ട് ഞാൻ മാതൃക കാണിക്കുകയാണ്. So we have to ensure that at every level there are more and more women in the organization. എല്ലാ തലത്തിലും, സമൂഹത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാ തലങ്ങളിലും കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. And this cannot be done through events. It has to be done through a process. ഇത് ഒരു കേവലം ഒരു സംഭവത്തിലൂടെയോ ഒരു പ്രവൃത്തിയിലൂടെയോ മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല. അത് തീർത്തും ഒരു പ്രക്രിയയിലൂടെ മാത്രം, ഒരു പ്രോസസ്സിലൂടെ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. If we want, for example, to have a Mahila chief minister, then we have to have
thousands and thousands of women at the panchayat level, at the ward level. നമുക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയെ കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം പോലെ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്തുകളിൽ നമുക്ക് അതിനെ നയിക്കാൻ വനിതകളെ ആവശ്യമുണ്ട് എന്നുള്ളത്. And they have to develop slowly over many years before they understand how to deal with the complexities of politics. കാരണം നമ്മുടെ പാർട്ടി, കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സ്ത്രീകളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കോംപ്ലക്സിറ്റീസ്, അതിന്റെ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. While I was sitting and Satishan ji, Sudhakaran ji were speaking, I was thinking to myself, what would be a good goal for the Congress party with regards to women? ഞാൻ ഈ വരുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ പങ്കുവെക്കുകയായിരുന്നു, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, സ്ത്രീകളെ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുകയായിരുന്നു. What would be a good target for us to try and achieve? What would be a good target for us to try and achieve? നമ്മളെ സംബന്ധിച്ച് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള, നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്, നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, and I thought a good target for the Congress party would be that if in 10 years from today 50% of our chief ministers are women. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ഒരു വാഗ്ദാനമാണ്, ഏറ്റവും മനോഹരമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നേടിയെടുക്കാനുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ പകുതിയിലധികം 50%-ലേറെയുള്ള ചീഫ് മിനിസ്റ്റർമാർ, മുഖ്യമന്ത്രിമാർ സ്ത്രീകളാവട്ടെ എന്നുള്ള വലിയ തീരുമാനത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. Today we don't have a single chief minister who's a woman. നമ്മളെ സംബന്ധിച്ച് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ ഒരു സ്ത്രീ പോലും മുഖ്യമന്ത്രിയായി നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. But I know there are many women in the Congress party who have the qualities to be very good chief ministers. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് സ്ത്രീകൾ ഈ പാർട്ടിയിൽ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. That is why I think functions like this are a very, very important foundation, a very important beginning. ഇതുപോലെയുള്ള ഇവന്റുകൾ, ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെയൊക്കെ അടിത്തറ പണിയുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, സ്ത്രീ മുന്നേറ്റങ്ങൾക്കുള്ള അടിത്തറയായി ഇത്തരം പരിപാടികളെ കാണേണ്ടതുണ്ട്. In the political system, we have different types of discrimination. We have caste discrimination, we have language discrimination, we have discrimination along the lines of religion. നമുക്ക് രാഷ്ട്രീയ തലത്തിൽ ഒരുപാട്, അല്ലെങ്കിൽ ആളുകളെ മാറ്റി നിർത്തുന്ന രീതികളുണ്ട്. അത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ, അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യരെ മാറ്റി നിർത്തുന്ന, വേർതിരിച്ചു കാണുന്ന രീതികൾ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്. But women are the most discriminated against. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, സ്ത്രീകളാണ് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഏറ്റവും അധികം മാറ്റി നിർത്തപ്പെടുന്ന ജനതയായി മാറുന്നത്. Because they have the discrimination in addition to other discriminations. മറ്റ് വ്യത്യാസങ്ങളെ, മറ്റ് വ്യതിരിക്തകളെ, മറ്റ് മാറ്റി നിർത്തലുകളെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. For example, I don't think there is any man in this room who would be scared to walk the streets night. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷന് ഏത് പാതിരാത്രിയിലും ഏത് തെരുവുകളിൽ കൂടിയും നടന്നു പോകാനുള്ള, അല്ലെങ്കിൽ അത്തരം ഒരു പേടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. But at the same time, there would almost be no woman here who would be comfortable walking on the streets at night. പക്ഷെ അതേസമയം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളും, അല്ലെങ്കിൽ മുഴുവൻ സ്ത്രീകളും തന്നെ ഇത്തരം, അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രി സമയത്ത് തെരുവുകളിലൂടെ നടന്നു പോവുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. So I think from an organizational standpoint, it is very important that we start to be aggressive about promoting women. തീർച്ചയായും സംഘടനാപരമായി, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സംഘടനാപരമായി നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീ മുന്നേറ്റങ്ങളെ, അല്ലെങ്കിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളെ തന്നെയാണ്.
In fact, the central fight between the BJP and the Congress is about how women should be treated. തീർച്ചയായും നമ്മൾ കേന്ദ്രഭരണത്തെ സംബന്ധിച്ച്, കേന്ദ്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ് സ്ത്രീകളെ നമ്മൾ മനസ്സിലാക്കുന്നത്, സ്ത്രീകളെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അത് തന്നെയാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഫൈറ്റിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. If you look, for example, at the pictures of the freedom struggle, you will find Mahatma Gandhi always standing with women. നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മഹാത്മാഗാന്ധി എല്ലാ ഘട്ടത്തിലും സ്ത്രീകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്ത്രീ മുന്നേറ്റങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. You will see in the freedom struggle women at the forefront of the fight. തീർച്ചയായും സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് അതിന്റെ മുന്നണി പോരാളികളായി നിന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. Congress party has had many presidents who were women. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് സ്ത്രീ അധ്യക്ഷകളെ, സ്ത്രീ പ്രസിഡന്റുമാരെ സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. Has had prime ministers who were women. തീർച്ചയായും പ്രധാനമന്ത്രിയെ പോലും, ഈ രാജ്യത്തിന് ഒരു വനിതാ പ്രധാനമന്ത്രിയെ പോലും പ്രദാനം ചെയ്തത് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. Because we fundamentally believe that women should share power in the country. തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി സ്ത്രീകളും കൂടെ അധികാരം പങ്കിടേണ്ടതുണ്ട് എന്നുള്ള അടിസ്ഥാന തത്വത്തിലാണ് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത്. And we do not see women as inferior to men in any way. ഒരു ഘട്ടത്തിൽ പോലും സ്ത്രീ പുരുഷന് താഴെയാണ് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ നേതാക്കളോ കരുതുന്നില്ല. In fact, myself, I think women are superior to men in many ways. എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നത്, പല കാര്യങ്ങളിലും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുൻപിൽ നിൽക്കുന്ന ആളുകളാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. They have more patience than men. They have a longer term vision than men. തീർച്ചയായും പുരുഷന്മാരെക്കാൾ വലിയ ക്ഷമയും കുറെ കൂടെ ദിശനാശാലികളുമാണ് സ്ത്രീകൾ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. They are more sensitive. They are more compassionate than men. അവർ കുറെ കൂടെ മനുഷ്യരോട്, സഹജീവികളോട് കരുണയുള്ളവരും ദയയുള്ളവരും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൽ വലിയ മനസ്സ് കാണിക്കുന്നവരുമാണ്. So we fundamentally believe that women should be part of the power structure. അതുകൊണ്ട് സ്ത്രീകൾ തീർച്ചയായും അധികാരത്തിന്റെ എല്ലാ ശ്രേണികളിലും, എല്ലാ അധികാര കേന്ദ്രങ്ങളിലും സ്ത്രീകൾ കൂടി ഉൾപ്പെടണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. That is not the ideology of the RSS. അത് ഒരു ഘട്ടത്തിലും ഒരിക്കൽ പോലും BJPയോ സംഘപരിവാറോ മുന്നോട്ട് വെക്കുന്നത് അത്തരമൊരു തത്വശാസ്ത്രമല്ല, അത്തരമൊരു രാഷ്ട്രീയമല്ല. In its entire history, the RSS has not allowed women into its ranks. RSSന്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഒരു ഘട്ടത്തിലും സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി, സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഘട്ടത്തിലും നിന്നിട്ടുള്ള ആളുകളല്ല. And when I made this statement a couple of times, the leadership of the RSS said, we have women's organizations. ഞാൻ പല ഘട്ടങ്ങളിലും പല തവണയായി ഈ ഒരു കാര്യം പറയുമ്പോൾ RSSനെ സംബന്ധിച്ച് അവരുടെ സംഘടനാ സംവിധാനത്തിൽ സ്ത്രീകളില്ല എന്നുള്ള ഒരു സത്യം ഞാൻ വിളിച്ചു പറയുമ്പോൾ പല ഘട്ടത്തിലും അവർ പറയുന്നത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ സ്ത്രീകളുണ്ട്, ഞങ്ങൾ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നവർ പറഞ്ഞു വെക്കുകയാണ്. But the question is not whether they have women's organizations. The question is, are women allowed to share power in the RSS? അത് പറഞ്ഞു വെക്കുന്നത് അവർ സ്ത്രീകൾ സംഘടനാപരമായി സ്ത്രീകളുണ്ടോ അല്ലെങ്കിൽ BJPയിലും RSSലും സ്ത്രീകളുണ്ടോ എന്നുള്ളതല്ല, പക്ഷേ RSSന്റെ സംഘപരിവാറിന്റെ അധികാരം പങ്കിടുന്നതിൽ സ്ത്രീകൾക്ക് എത്രത്തോളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. And the answer is absolutely not. The RSS is purely a male organization. എന്നാൽ സംഘപരിവാർ എന്ന് പറയുന്നത്, RSS എന്ന് പറയുന്നത് തീർത്തും പുരുഷന്മാർ മാത്രമുള്ള, പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയും ഒരു രാഷ്ട്രീയ ശൈലിയുമാണ്. We believe that women should be allowed to make choices. തീർച്ചയായും സ്ത്രീകൾ അവർക്ക് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. What a woman does, what a woman wears, what profession she does is her decision
and her decision only. ഒരു സ്ത്രീ എന്ത് ചെയ്യണമെന്ന്, ഒരു സ്ത്രീ എന്ത് ധരിക്കണമെന്ന്, അവൾ എന്ത് ജോലി ചെയ്യണമെന്ന്, അവൾ ഏതൊക്കെ തരത്തിലുള്ള പ്രൊഫഷണൽ എൻഗേജ് ചെയ്യണമെന്നുള്ളത് ഒരു സ്ത്രീയുടെ മാത്രം തീരുമാനമാണ്. അത്തരത്തിൽ സ്ത്രീകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. In the RSS, they decide what women should wear. They decide what women should do. And they decide on what basis women should be respected. RSSനെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് ഇങ്ങനെയല്ല കാര്യങ്ങൾ. അവർ ചിന്തിക്കുന്നത് പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം, സ്ത്രീകൾ എങ്ങനെ നടക്കണം, അവരെന്ത് ചെയ്യണം, അവർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥ തീരുമാനിക്കുന്നു എന്ന് RSS പറഞ്ഞു വെക്കുന്നു. And if you understand Indian politics deeply, you will realize that the real fight between the RSS and the Congress party is about the role that women should have in politics. നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലം, ഇന്ത്യയുടെ രാഷ്ട്രീയ മേഖല അടിസ്ഥാനപരമായി നിങ്ങൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തർക്കം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലും പൊതു ഇടത്തിലും സ്ത്രീകളുടെ റോൾ എന്താണ്, സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനത്തിന് മുകളിലാണ്. And you can see this in their actions. For example, it is the first time I have seen a bill passed in parliament that will be implemented a decade later. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, എന്റെ കേട്ടുകേൾവിയിൽ ആദ്യമായിട്ടാണ് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കുകയും അത് പിന്നീട് നടപ്പിലാക്കാമെന്ന് പറയുകയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. I have never seen any other bill passed in parliament which says we will implement this 10 years later. പാർലമെന്റിന്റെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഒരു കാര്യമില്ല. ഞങ്ങൾ ഒരു ബില്ല് പാസ്സാക്കുന്നു, അത് 10 വർഷത്തിന് ശേഷം നടപ്പിലാക്കാം എന്ന് പറയുന്ന രീതി ഒരു ഘട്ടത്തിലും പാർലമെന്റിൽ ഞാൻ കണ്ടിട്ടില്ല. The only bill that the BJP is implementing 10 years after its passing is the one that has to do with women's power. BJPയെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ നടപ്പിലാക്കുകയും എന്നാൽ ഞങ്ങൾ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും എന്നാൽ 10 വർഷത്തിന് ശേഷം നടപ്പിലാക്കാം എന്ന് പറയുന്നത് അത് സ്ത്രീകളുടെ അധികാരത്തെ പറ്റിയുള്ള ഒരു ബില്ലാണ്. I've heard statements of leaders from the right wing, senior leaders, where they will say the girl would not have got raped if she had been dressed properly. പല ആളുകളും, പല രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളും, പല വലതുപക്ഷ രാഷ്ട്രീയ ചിന്താധാരയുള്ള ആളുകളും പലപ്പോഴും അവർ പറഞ്ഞു വെക്കുന്നത് ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ, ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ അവൾ ധരിച്ചിരുന്ന വസ്ത്രം ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. This is an insult to every single woman in this country. ഇത് പലപ്പോഴും ഈ രാജ്യത്തെ ഓരോ സ്ത്രീകളും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. It is turning the victim into the villain. തീർച്ചയായും ഇത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഇരയായ സ്ത്രീയെ വീണ്ടും വീണ്ടും ഇരയാക്കപ്പെടുന്ന, വീണ്ടും വീണ്ടും ഇരയാക്കുന്ന സമ്പ്രദായമാണ്. So this is the difference between us and the RSS. ഇതാണ് യഥാർത്ഥത്തിൽ RSSും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ്. We fundamentally want to bring women into the power structure. സ്ത്രീകളെ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത്. And if you look at our schemes carefully, you will find that most of our schemes are targeted at women, are designed to support and help women.